ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ഈ ഞാൻ ആരാന്ന് നമുക്ക് പറയാട്ടോ. ഈ ഫോട്ടോ കണ്ട സമയത്തെ ഇതാരാ ഇട്ടത് എന്ന് മനസ്സിലായി. ഇതാണ് കുനാൽ ഖാമ്ര എന്ന് പറയും. ഒരു എന്താ പറയുക, സ്റ്റാൻഡിങ് കൊമേഡിയനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ധ്രുവറാട്ടിനൊക്കെ പോലെ ഒരു പാട്രിയോട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന, നമ്മുടെ ധാഡിജി ചെയ്യുന്ന, അതല്ലെങ്കിൽ ഇന്ത്യക്ക് ആപത്തായിട്ട് ഈ നാട്ടിൽ ചെയ്യുന്ന എല്ലാ സകല സാധനങ്ങളും എടുത്തിട്ട് നല്ല രീതിയിൽ ഊക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം, കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയില്ല. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഏതാണെങ്കിലും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെയുടെ എക്സിലൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു. ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയുടെ താഴത്ത് പുള്ളി എഴുതിയത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഒരു കോമഡി ക്ലബ്ബിൽ വെച്ച് എടുത്തതല്ല, അതായത് ഈ സംഭവം ഒരു കോമഡി ക്ലബ്ബിൽ വെച്ച് എടുത്തതല്ല എന്നാണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനിത് വായിച്ചത് എന്താണ്, PSSന്റെ മേലെ ഒരു പട്ടി മൂത്രമൊഴിക്കുന്നു കേട്ടോ. പക്ഷേ ഇത് ചില ആൾക്കാർക്ക് അങ്ങനെയല്ല തോന്നിയത്. ചില ആൾക്കാർക്ക് ഈ PSSന് പകരം അത് RSS ആയിട്ടാണ് തോന്നിയത്. പട്ടി മൂത്രമൊഴിക്കുന്നത് RSSന്റെ മേലെയെന്നാണ് RSSകാർ പറയുന്നത്. അപ്പം അത് നമ്മുടെ പ്രശ്നമല്ല, അത് RSSകാരെ കണ്ണിൻ്റെ പ്രശ്നമാണ് അല്ലേ? സത്യമല്ലേ? എനിക്കിത് PSSന്റെ മേലെ പട്ടി മൂത്രമൊഴിക്കണ തോന്നിയത്. പക്ഷേ RSSകാർക്ക് അത് അവരായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലെ സ്വയബോധമാണ് അല്ലേ? ഞങ്ങളാണിത്, ഞങ്ങളുടെ മേലെ പട്ടി മൂത്രമൊഴിക്കൂ, പട്ടി ഇങ്ങനെ ഒന്ന് ഒഴിക്കണമെങ്കിൽ അത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളാണത്. അതുകൊണ്ട് ഇത് PSS അല്ല, ഇത് RSS ആണ്. ഞങ്ങളുടെ മേലെയാണ് പട്ടി മൂത്രമൊഴിക്കുന്നത്. ഞാനാണ്, ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ മേലെ പട്ടി ഇങ്ങനെ മൂത്രമൊഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പട്ടി വന്ന് തൂറി വെക്കുന്നത് ഞങ്ങളാണ്. അതല്ലെങ്കിൽ പശുവുമ്പോൾ ഒന്ന് ചാണകം ഇടുന്നത് ഞങ്ങളാണ്. ചാണകം കണ്ടാൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തോന്നും. അല്ലെങ്കിൽ പട്ടി ആരുടെ ഇവിടെ പോയി മൂത്രമൊഴിക്കണ കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മേൽ മൂത്രമൊഴിക്കണായി തോന്നും എന്നാണ് നമ്മുടെ നാട്ടിലെ സംഘപരിവാർ RSSകാർ പറയുന്നത്. ഇത് കണ്ടതോടുകൂടി RSSകാരൻ്റെ എന്താ പറയുക, കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എന്തൊരു അവസ്ഥയിൽ നമ്മളിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അത് എഴുതിയത് വളരെ വ്യക്തമാണ്. PSSന്റെ താഴോട്ട് പിയുടെ താഴത്ത് പട്ടിയുടെ ഒരു വാലിങ്ങനെ തൂണ്ടിക്കിടന്ന അപ്പോഴേക്കും നമ്മളത് RSS ആണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നോ, നമ്മുടെ സ്വയബോധം അങ്ങനെയാണ്. സംഭവം 100 കൊല്ലമൊക്കെ ആയിരുന്നു പറയുന്നുണ്ട്. 100 കൊല്ലം ആയിട്ടുണ്ടെങ്കിലും നമ്മളിതിനെ രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് എവിടെയും പ്രത്യേകിച്ച് എന്താ പറയുക, സംഘടന അംഗത്വം കൊടുക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ പറയപ്പെടുന്നത് ഹിന്ദു ധർമ്മം രക്ഷിക്കാൻ, സനാതനം രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് RSS നിലകൊള്ളുന്നത് എന്നാണ് നമ്മുടെ നാട്ടിലെ സകല സംഘപരിവാണങ്ങളും പറയുന്നത്.